ഹലോ ഡിയർ സ്റ്റുഡൻസ്, SSLC പരീക്ഷയ്ക്ക് മാത്സിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായും ചോദിക്കുന്ന 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ടാകും. ഇതേ മോഡൽ വരുന്ന ക്വസ്റ്റ്യനാണ് നമുക്ക് 5 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇതെങ്ങനെ വളരെ സിമ്പിളായി നമുക്കിതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആളുകളുടെ ദിവസക്കൂലി, ഡെയിലി വേജ്. ഇനി അതിൽ ABC എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡെയിലി വേജ് ഒരു ദിവസം കിട്ടുന്ന 300 രൂപ മുതൽ 400 രൂപ വരെ കിട്ടുന്ന 5 ആളുകളുണ്ട്. അതേപോലെ 400 രൂപ മുതൽ 500 രൂപ വരെ കിട്ടുന്ന 7 ആളുകളുണ്ട്. ഇങ്ങനെ ഓരോ വിഭാഗത്തിലും വരുന്ന ജോലിക്കാരുടെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാൻ അറിയാം. ഇഫ് ദ വർക്കേഴ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിങ് ഓർഡർ, ഈ ജോലിക്കാരെ ഒരു ക്രമത്തിൽ ആദ്യം എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം? ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഡെയിലി വേജസ്. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ വർക്കേഴ്സ് ഹൂസ് ഡെയിലി വേജ് ഈസ് മീഡിയൻ. അപ്പോൾ ഇവിടെ മധ്യമമായിട്ട് എടുക്കുന്ന ജോലിക്കാരൻ്റെ സ്ഥാനം എത്ര എന്നുള്ളതാണ്. അയാളുടെ വരുമാനം എത്ര എന്നല്ല ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യനിൽ അവരെ 1, 2, 3 ഇപ്പോൾ ഇവിടെ ഒരു കുറച്ച് ആളുകൾ തന്നിട്ടുണ്ട്. ഈ ആളുകളെ അവരുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1, 2, 3, 4 ഇങ്ങനെ ക്രമത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ മധ്യമമായിട്ട് മീഡിയനായി വരുന്ന ആളുടെ സ്ഥാനം ഒന്നാമത്തെയാണോ, രണ്ടാമത്തെയാണോ, 15ാമത്തെയാണോ, 16ാമത്തെയാണോ, ഏതാണോ സ്ഥാനം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ആദ്യം എന്ത് ചെയ്യണം? ഇവരുടെ ഈ ഒരു വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമത്തിൽ എഴുതണം. ചെറുതിൽ നിന്ന് വലുതേക്ക് എന്നുള്ള രൂപത്തിലേക്ക് എഴുതാം. അപ്പോൾ അതേപോലെ ഒരു പട്ടിക നമുക്ക് എഴുതാം. ഇതിൽ ഡെയിലി വേജ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ബിലോ 400, ഇംഗ്ലീഷ് മീഡിയംകാരാണെങ്കിൽ ബിലോ 400 എന്നുള്ളതും, അതേപോലെ മലയാളം മീഡിയംകാരാണെങ്കിൽ 400-ന് താഴെ എന്നുള്ള രൂപത്തിലുമാണ് എഴുതേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാർ എന്ത് ചെയ്യണം? ബിലോ 400. ഇതിൻ്റെ ബാക്കിയൊക്കെ ഡിറ്റോ കൊടുത്താൽ മതി. ഇങ്ങനെ ബിലോ 500, ബിലോ 600, ബിലോ 700, അങ്ങനെ 500-ന് താഴെ, 600-ന് താഴെ, 700-ന് താഴെ, 800-ന് താഴെ, എങ്ങനെ. ഇത് നിങ്ങൾ പഠിച്ചതായിരിക്കും. ഈ സ്റ്റെപ്പ് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 400-ന് താഴെ, ബിലോ 400, 400-ന് താഴെ വരുമാനം കിട്ടുന്ന എത്ര ജോലിക്കാരുണ്ട്? 400-ന് താഴെ വരുമാനം കിട്ടുന്ന ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം 5 ആളുകളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത് 400-ന് താഴെ 5 ആളുകൾ എന്നുള്ളത് എഴുതി കൊടുക്കുക. ഇനി 500-ന് താഴെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 500-ന് താഴെ വരുമാനം കിട്ടുന്ന ആളുകളെ നോക്കിക്കഴിഞ്ഞാൽ 400-ന് താഴെയുള്ളവരും ഈ 500-ന് താഴെ വരുന്നവരല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ 7 മാത്രം പോരാ, ഇത് 2 കൂടി ചേർന്നത് 5ഉം 7ഉം കൂട്ടി എത്രയാണ്? 12. അപ്പോൾ 500-ന് താഴെയുള്ള ജോലിക്കാരുടെ എണ്ണം എത്രയാണ്? 12 ആണ്. ഇനി 600-ന് താഴെ ഇതേപോലെ എന്ത് ചെയ്യണം? 600-ന് താഴെ എന്ന് പറയുമ്പോൾ 400-ന് താഴെയും 500-ന് താഴെയും ഉള്ളവരെല്ലാം ഈ 600-ന് താഴെ വരുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇത് 2 കൂട്ടിയ 12 നമുക്കറിയാം. അതിൻ്റെ കൂടെ 8 കൂട്ടി കഴിഞ്ഞാൽ 20. ഇതുപോലെ ബാക്കിയുള്ള ആ നമ്പറുകളുടെ കൂടി എഴുതി വെക്കുക. 20 കഴിഞ്ഞാൽ 10, 30, 43 ഈ ക്രമത്തിൽ വരും. അത് കഴിഞ്ഞാൽ 43 7 കൂട്ടിക്കഴിഞ്ഞാൽ 50. ഇനി ഒരു 3 കൂടി ഉണ്ട്. അപ്പോൾ അത് വരും 53. കറക്റ്റ് അല്ലേ? 5, 7, 12, 8, 20, 10, 30, 13, 43, 7, 50, 3, 53. അപ്പോൾ ആകെ ആളുകളുടെ എണ്ണം നമുക്കിവിടെ ലാസ്റ്റ് കിട്ടുന്ന നമ്പർ ആയിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത്ര ആളുകളുടെ എണ്ണം എന്ന് തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുതി വരുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന നമ്പർ അത് തന്നെയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്താം. ഇനി ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നോക്കിയാൽ കാണാം, ഈ ഇവരുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി. ഇനി എന്ത് വേണം? മധ്യമമായിട്ട് വരുന്ന, മീഡിയനായിട്ട് വരുന്ന ആളുടെ സ്ഥാനം അതെങ്ങനെ കണ്ടെത്തുക? അതിലൊരു പ്രധാനപ്പെട്ട കാര്യം നോക്കേണ്ടത് ഇവിടുത്തെ നമ്പർ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്ന് നോക്കണം. അഥവാ ഓഡ് നമ്പറാണോ ഈവൻ നമ്പറാണോ എന്നുള്ളത്.
ഓഡ് നമ്പർ ആകുമ്പോൾ ചെയ്യുന്നതും ഈവൻ നമ്പർ ആകുമ്പോൾ ചെയ്യുന്നതും രണ്ട് രീതിയിലാണ്. ഒറ്റ സംഖ്യയും ഇരട്ട സംഖ്യ രണ്ടും രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ കിട്ടിയത് എന്താണ്? 53 ഓഡ് നമ്പർ ഒറ്റ സംഖ്യയാണ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇരട്ട സംഖ്യ വെച്ച് ചെയ്യുന്നുണ്ട്. അത് ചെറിയ വ്യത്യാസമുണ്ട്. അതിൻ്റെ അവസാനം മാത്രമേ ഉള്ളൂ അതിൽ വ്യത്യാസം വരുന്നത്. ബാക്കിയെല്ലാം സെയിം പ്രോസസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒറ്റ സംഖ്യ ആണെങ്കിൽ ഇവിടെ നമുക്ക് മീഡിയനായിട്ട് മധ്യമമായിട്ട് വരുന്ന ആളുടെ സ്ഥാനം, പൊസിഷൻ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ലാസ്റ്റ് നമ്പർ 53 ആണല്ലോ, ഈ 53ൻ്റെ കൂടെ ഒന്ന് കൂട്ടി അതിൻ്റെ പകുതിയാക്കുക. 53ൻ്റെ കൂടെ ഒന്ന് കൂട്ടി എത്ര? 54. അപ്പോൾ 54ൻ്റെ പകുതി എത്ര വരിക? 50ൻ്റെ പകുതി എത്ര കുട്ടികളെ? 25 അല്ലേ? ബാക്കി 4 ഉണ്ട്. 4ൻ്റെ പകുതി 2. അപ്പോൾ എത്ര വരും? 27 വരും അതിൻ്റെ പകുതി. അപ്പോൾ നമുക്കിതിനെ എന്നുള്ള അക്ഷരമൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അത് എന്നിട്ടാലും ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എ ക്വസ്റ്റ്യൻ്റെ ആൻസറായി മധ്യമമായിട്ട് വരുന്ന ആളുടെ സ്ഥാനം, മീഡിയൻ എത്ര വരിക? 27. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്കിവിടെ 27 എന്ന് കിട്ടി. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് അസ്യൂംഡ് ടു ബി ദ ഡെയിലി വേജസ് ഓഫ് 21st വർക്കർ? 21ാമത്തെ ജോലിക്കാരൻ്റെ ഡെയിലി വേജ്, ദിവസക്കൂലി എത്രയായിട്ടാണ് സങ്കല്പിക്കുന്നത് എന്നുള്ളതാണ് ബി ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതിൽ ഏകദേശം വിലകളെ കണ്ടെത്താൻ കഴിയുള്ളൂ. ഇവിടെ 400 to 500 ഇങ്ങനെ തരുമ്പോൾ കറക്റ്റ് ഇതാണെന്ന് പറയാൻ കഴിയില്ല. അതാണ് ഈ ഒരു മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കതിൻ്റെ ഒരു 21ാമത്തെ ആളുടെ കാണണം. ഇനി ശ്രദ്ധിച്ചിരിക്കുക, ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? 21ാമത്തെ ആളും മധ്യമവും മീഡിയവും നമുക്ക് പെട്ടെന്ന് കണ്ടെത്താം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഈ 21 നമുക്ക് മീഡിയനായിട്ട് വരുന്നത് 27ആണ്. ഈ 27 എവിടെ വരുന്നത്? ഈ 20ൻ്റെയും 30ൻ്റെയും ഇടയിലല്ലേ? അപ്പോൾ ഇവിടെ 5 ഉണ്ടെങ്കിൽ തൊട്ട് മുകളിൽ 1 2 3 4 വരെ ആളുകൾ അവിടെ ഉണ്ട്. ആ നമ്പർ നമ്മൾ എഴുതിയിട്ടില്ല. 5 കഴിഞ്ഞ് 6 മുതൽ 12 വരെയുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതേപോലെ 20നും 30നും ഇടയിലാണ് 27 വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു അടയാളം ഇതുപോലെ കൊടുക്കുക. ഇനി നമ്മളിവിടെ നോക്കേണ്ടത്, ഇവിടെ 600 രൂപ മുതൽ 700 രൂപ വരെ ദിവസക്കൂലി കിട്ടുന്ന ദിവസക്കൂലിയാണ്. അതായത് 600 രൂപ മുതൽ 700 രൂപ വരെ എത്ര രൂപ ഉണ്ടാവും? 100 രൂപയാണല്ലോ. 600 മുതൽ 700 വരെ 100 രൂപയാണ്. ഈ ഒരു വിഭാഗത്തിൽ എത്ര ആളുകളുണ്ട്? 20 മുതൽ 30 വരെയുള്ള ആളുകളുണ്ട്. അപ്പോൾ 20 മുതൽ 30 വരെ എത്ര ആളുകളുണ്ടാവും? 10 ആളുകളല്ലേ? ഈ 100 രൂപയെ 10 ആളുകൾക്കും തുല്യമായി വീതിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, 100 രൂപയെ 10 ആളുകൾക്കും തുല്യമായി വീതിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും എത്ര രൂപ വീതം കിട്ടും? 10 രൂപയല്ലേ? 100 രൂപയെ 10 ആളുകൾക്ക് തുല്യമായിട്ട് വീതിക്കുകയാണ്, ഈക്വലായി ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഓരോരുത്തർക്കും 10 രൂപ വീതം കിട്ടും. ഇനി നമ്മളിവിടെ ചെയ്യേണ്ടത് ഈ 10 നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഈ 10 എടുക്കാൻ ഇവിടെ നോക്കി നോക്കാം. 600 മുതൽ 700 വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിൾ എഴുതി വരുമ്പോൾ തന്നെ കാണാം 10 വ്യത്യാസം വരുന്നതായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരിക. അതിൻ്റെ ഇടയിലായിരിക്കും മീഡിയം വരിക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് കൂടുതലും വരുന്നത് ഒരു 99% ഈ ഒരു 10 ഇതേപോലെ 10 വ്യത്യാസം വരുന്ന ആ ഒരു അതിനിടയിലായിരിക്കും നമ്മുടെ മധ്യമം അല്ലെങ്കിൽ മീഡിയം കിടക്കുന്നുണ്ടാവുക. ഇനി നമുക്കിവിടെ 10 കിട്ടി. അപ്പോൾ ഈ 600 രൂപ മുതൽ 700 രൂപ വരെ 100 രൂപയുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ 20 മുതൽ 30 വരെ 10 ആളുകളുണ്ട് പറഞ്ഞു. ഓരോരുത്തർക്കും 10 രൂപ വീതം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് എഴുതി വെക്കുക. അതായത് ഇവിടെ 600 രൂപ, ഇനി അടുത്തത് 10 രൂപ വീതം കൂട്ടിക്കഴിഞ്ഞാൽ 610, 620 ആ ക്രമത്തിൽ എഴുതി വെക്കുക. അപ്പോൾ 600, 610, 620, 630, 640, 650, 660, 670, 680, 690, 700. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ 20ാമത്തെ ജോലിക്കാരൻ്റെ വരുമാനമാണ് 600 എടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 20ാമത്തെ നമുക്കിവിടെ ടേബിളിൽ തന്നതുകൊണ്ട്, ഈ പട്ടികയിൽ 20ാമത്തെ 600 ആണെന്ന് തന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 600 എത്രാമത്തെ ആളുടെ 20ാമത്തെ ആളുതായിരിക്കും. നമുക്ക് ഈ ബി ക്വസ്റ്റ്യനായി ചോദിച്ചിരിക്കുന്നത് 21ാമത്തെ ആളാണ്. അപ്പോൾ ആ ടേബിളിൽ തന്നതുകൊണ്ട് മാത്രം ഈ 600 നമ്മൾ 20ാമത്തെ ആളുടെ എടുക്കുന്നത്.
ഇനി 21ാമത്തെ ആളുടെ നമുക്കറിയാം മധ്യമം അല്ലെങ്കിൽ മീഡിയൻ നടുവിൽ വരുന്നതാണ് വേണ്ടത്. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നത് ഈ 600-നും 610-നും നടുവിൽ വരുന്നതാണ് 21ാമത്തെ ആളുടെ വരിക. അപ്പോൾ 21ാമത്തെ ആളുടെ വരുമാനം എത്രയായിരിക്കും വരിക? 600-നും 610-നും നടുവിൽ വരുന്ന സംഖ്യ 600 to 610 പറയുമ്പോൾ 10 വ്യത്യാസം. അപ്പോൾ അതിൻ്റെ പകുതി കൂട്ടിയാൽ മതി, 5 എന്ന് വെച്ചാൽ 605. അപ്പോൾ നമുക്ക് ബി ക്വസ്റ്റ്യൻ്റെ ആൻസറായി 21ാമത്തെ ആളുള്ളത് 605. ഈ സി ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മീഡിയൻ ഡെയിലി വേജ്? മധ്യമ ദിവസക്കൂലി എത്ര എന്നുള്ളതാണ് സി ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം മധ്യമായിട്ട് വരുന്നത് ഇവിടെ എത്രാമത്തെ ആളുടെയാണ്? 27ാമത്തെ ആളുടെയാണ്. അപ്പോൾ 27ാമത്തെ ആളുടെ എത്രയെന്ന് കണ്ടെത്തിയാൽ മതി. ഇത് 21. ഇനി ഇതിന് രണ്ടിനും നടുവിലുള്ളതാണ് 22ാമത്തെ. ഇതിന് രണ്ടിനും നടുവിലുള്ളതാണ് 23ാമത്തെ. ഇതിന് നടുവിലുള്ളതാണ് 24ാമത്തെ. ഇതിന് നടുവിലുള്ളതാണ് 25ാമത്തെ. ഇത് 26, 27. അപ്പോൾ 660-നും 670-നും ഇടയിൽ വരുന്ന നമ്പർ എത്ര വരിക? 665. അപ്പോൾ സി ക്വസ്റ്റ്യൻ്റെ ആൻസർ 665 എന്നും കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ ഒരു ചിത്രം വരച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആൻസർ ചെയ്ത് നോക്കാം. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്കിത് ഇവിടെ വ്യത്യാസം 10 ആണ്. ഈ വ്യത്യാസം 1 ആണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലും ഈ ഒരു വ്യത്യാസം 1 വരുന്ന രൂപത്തിലുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു സമിതിയിലെ ഈ 35 പേരുടെ വയസ്സുകൾ അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടിക ചുവടെ കൊടുക്കുന്നു. അപ്പോൾ കുറച്ച് ആളുകളുടെ ഏജിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തതാണ്. അഥവാ 20 മുതൽ 30 വയസ്സ് വരെയുള്ള 4 ആളുകളുണ്ട്, 30 to 40 വരെയുള്ള 8 ആളുകളുണ്ട്. ഈ ക്രമത്തിലാണ്. ഇതിലെ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെയും മധ്യമം, എപ്പോഴും ഈ ക്വസ്റ്റ്യനിൽ മധ്യമാണ് ഫൈനൽ ക്വസ്റ്റ്യൻ വരിക, മീഡിയൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ ചെറുതെന്ന് വലുതെന്ന രൂപത്തിൽ എഴുതണം. ആ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് തന്നാലും ഇല്ലെങ്കിലും അത് എഴുതി വെക്കണം. അപ്പോൾ ഇവിടെ നിലവിൽ ക്വസ്റ്റ്യൻ വയസ്സ് കൂടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അംഗങ്ങളെ ക്രമപ്പെടുത്തിയാൽ എത്രാമത്തെ അംഗത്തിൻ്റെ വയസ്സാണ് മധ്യമം? അപ്പോൾ മധ്യമം മീഡിയൻ ആയിട്ട് എത്രാമത്തെ ആളുടെ വയസ്സായിട്ടാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് എഴുതി വെക്കാം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, ഈ രണ്ടാമത്തെ നമ്പറുകളാണ് എടുക്കുന്നത്. 28, 30 ഇങ്ങനെ തരുമ്പോൾ ഈ നമ്പറുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇതേപോലെ എഴുതാനും 30-ന് താഴെ 40-ന് താഴെ എന്നുള്ള ആ ക്രമത്തിൽ. അപ്പോൾ ഇവിടെ എന്ത് വേണം? ബിലോ 30 അഥവാ 30-ന് താഴെ എന്നുള്ള രൂപത്തിൽ എഴുതി വരിക. ഇനി 30-ന് താഴെ എത്ര ആളുകളുണ്ട്? 4 ആളുകളുണ്ട്. 40-ന് താഴെ എത്ര ആളുകളുണ്ട്? 8, 4, 12. നേരത്തെ പറഞ്ഞതാണ്. ഇനി 50-ന് താഴെ 10 കൂട്ടിക്കഴിഞ്ഞാൽ 22. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു 10-ൻ്റെ വ്യത്യാസം മിക്കവാറും ഇതിനിടയിലായിരിക്കും നിങ്ങളുടെ മീഡിയൻ അല്ലെങ്കിൽ മധ്യമം വരുന്നത്. അതല്ലാത്തതും വരും. നിങ്ങൾക്ക് SLCക്ക് കുറച്ചുകൂടി സിമ്പിളാക്കി ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവെ ക്വസ്റ്റ്യൻ ഈ ഒരു 10 ഗ്യാപ്പിൽ വരുന്നതാണ്. അതല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണം ഉണ്ട്. അപ്പോൾ എപ്പോഴും 10 ആണെന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് SLC എക്സാമിന് എന്തായാലും ഈ 10 വെച്ചാണ് കൂടുതലും വരുന്നത്. നോർമലി നമ്മൾ മധ്യമം കാണുമ്പോൾ പരീക്ഷക്കല്ലാതെ ചെയ്യുമ്പോഴാണ് ആ വ്യത്യാസം ഉണ്ടാകുന്നത്. ഇനി 7, 4, 2 ഈ 2 സംഖ്യകൾ കൂട്ടണം. അപ്പോൾ 22 കൂടി 7 കൂട്ടിയാൽ 29, 4 കൂട്ടിക്കഴിഞ്ഞാൽ 33, 2 കൂട്ടിക്കഴിഞ്ഞാൽ 35. അപ്പോൾ ലാസ്റ്റ് നമ്പർ 35 ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിലും എന്ത് പറഞ്ഞിട്ടുണ്ട്? 35 പേരുടെ വയസ്സാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ക്രമത്തിൽ എഴുതി എത്രാമത്തെ ആളുടേതാണ് മധ്യമ വയസ്സായിട്ട് എടുക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ടോട്ടൽ 35 ഒറ്റ സംഖ്യയാണോ? ഓഡ് നമ്പർ അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? 35-ൻ്റെ കൂടെ 1 കൂട്ടി പകുതിയാക്കുക. 36-ൻ്റെ പകുതി എത്ര വരിക? 18. അപ്പോൾ 18ാമത്തെ ആളുടെ വയസ്സാണ് ഇതിൽ മധ്യമായിട്ട് വരുന്നത്. അപ്പോൾ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 18. ബി ക്വസ്റ്റ്യൻ 13ാം സ്ഥാനത്തെ അംഗത്തിൻ്റെ വയസ്സ് എത്ര? വാട്ട് ഈസ് അസ്യൂംഡ് ടു ബി ഏജ് ഓഫ് ദ മെമ്പർ ഓഫ് ദ 13th പൊസിഷൻ? നേരത്തെ ചെയ്ത് അതേപോലെ നമ്മൾ ചെയ്യേണ്ടത് 18 വരുന്നത് എവിടെയാണ്? 12-നും 22-നും ഇടയിലാണ്, അഥവാ 40-നും 50-നും ഇടയിൽ. അപ്പോൾ 40 മുതൽ 50 വരെ 10 വയസ്സുണ്ട്.
ഈ 10 വയസ്സ് ഇവിടെ 12 മുതൽ 22 വരെ എത്ര ആളുകളുണ്ട്? 10 ആളുകളുണ്ട്. 10 വയസ്സിനെ 10 ആളുകൾക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താൽ, തുല്യമായിട്ട് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര വയസ്സ് വീതം കിട്ടും? 1 വയസ്സല്ലേ? 10 വയസ്സിന് 10 ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും 1 വീതം. അപ്പോൾ നമ്മളിവിടെ കൂട്ടി എഴുതുന്ന സംഖ്യ എത്രയായിരിക്കും? അപ്പോൾ 1 ആണ്. അപ്പോൾ ഇവിടെ 40 വരുന്നുണ്ട്. 40 എഴുതി. അത് കഴിഞ്ഞാൽ 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് നമ്മുടെ ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 13ാമത്തെ ആളുടെയാണ്. അപ്പോൾ നിലവിൽ 12ാമത്തെ ആളുടെ ഇവിടെ 40 തന്നു. അപ്പോൾ എന്തായിരിക്കും? ഇതിന് രണ്ടിനും ഇടയിലാണ് എന്ത് വരിക? 13ാമത്തെ ആളുടെ, അഥവാ 40നും 41നും ഇടയിൽ. അതെത്ര വരിക? ഇത് പഠിച്ചു വെക്കുക. 48, 40. 1 വ്യത്യാസമാണെങ്കിൽ അതിൻ്റെ പകുതി കൂട്ടിയാൽ മതി. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് 10 ആയിരുന്നു വ്യത്യാസം. അപ്പോൾ അതിൻ്റെ പകുതി കൂട്ടിയപ്പോൾ 5 ആണ്. അപ്പോൾ 1 വ്യത്യാസമാകുമ്പോൾ 48, 41. അപ്പോൾ അതിൻ്റെ നടുവിൽ വരുന്ന എത്രയായിരിക്കും? 40.5. 1ൻ്റെ പകുതി അരയാണല്ലോ. അപ്പോൾ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ 40.5. 40.5 ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 40.5 അങ്ങനെ എഴുതിയാലും രണ്ടും ഒന്ന് തന്നെയാണ്. 40.5 ഇങ്ങനെ എഴുതിയാലും മാർക്ക് കിട്ടും. ഇനി സി ക്വസ്റ്റ്യൻ, മധ്യമം ആയ വയസ്സ് എത്ര? മീഡിയൻ ഏജ് എത്ര എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് മധ്യമായിട്ട് വരുന്നത് 18ാമത്തെ ആളുടെയാണ്. 18ാമത്തെ ആളുടെ എവിടെ വരിക? ഇത് 13, 14, 15, 16, 17, 18. കറക്റ്റ് അല്ലേ? ഇത് 13, ഇവിടെ 14, 15, 16, 17, 18. 45നും 46നും ഇടയിൽ എത്ര വരിക? 45.5. അപ്പോൾ നമുക്കതിൻ്റെ കൃത്യം നടുവിലുള്ളത് കിട്ടും. അവിടെ മീഡിയൻ അഥവാ മധ്യമം 45.5ആണ്. ഇനി ഇതേപോലെ ടോട്ടൽ ഇരട്ട സംഖ്യ ഈവൻ നമ്പർ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളത് ഒന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യനും കൂടി മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ടേബിളിൽ ഒരു വൈദ്യുതി ഉപയോഗം, ഇലക്ട്രിസിറ്റി യൂസേജ് കൊടുത്തിട്ടുണ്ട്. അത് ഓരോ വീടുകളുടെയും, അതായത് 80 മുതൽ 90 വരെ യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കുന്ന 4 വീടുകളുണ്ട്. 90 മുതൽ 100 വരെ കറണ്ട് ഉപയോഗിക്കുന്ന 4 വീടുകളുണ്ട്. അങ്ങനെ ഓരോ യൂണിറ്റും ഇടയിൽ കറണ്ട് ഉപയോഗിക്കുന്ന, വൈദ്യുതി ഉപയോഗിക്കുന്ന വീടുകളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എ ക്വസ്റ്റ്യൻ, ഇഫ് ദ ഹൗസ് ഹോൾഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ഇൻക്രീസിങ് ഓർഡർ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇൻക്രീസിങ് ഓർഡറിൽ ചെറുതിന്ന് വലുതിക്കുന്ന രൂപത്തിൽ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ order of usage of their electricity, half the sum of the usage of the households at what position are taken as the median. മീഡിയൻ ആയിട്ട് എത്രാമത്തെ പൊസിഷനാണ്? അഥവാ വൈദ്യുതി ഉപയോഗം കൂടി വരുന്ന രീതിയിൽ വീടുകളെ ക്രമീകരിച്ചാൽ ഏതൊക്കെ വീടുകളുടെ വൈദ്യുതി ഉപയോഗങ്ങളുടെ തുകയുടെ പകുതിയാണ് മധ്യമമായി എടുക്കുന്നത്? അപ്പോൾ ഇവിടെ ഈ എ ക്വസ്റ്റ്യനിൽ 2 വീടുകളുടെ യൂണിറ്റുകളുടെ പകുതി എന്ന് പറയാൻ കാരണം ഇവിടെ ഇതിൻ്റെ ടോട്ടൽ ഇരട്ട സംഖ്യ ആയതുകൊണ്ടാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ ചോദിച്ചോളണമെന്നില്ല. നമ്മളത് ഈ ചെറുതിന്ന് വലുതൊക്കെ എഴുതി വരുമ്പോൾ ടോട്ടൽ എണ്ണം ഇരട്ട സംഖ്യ അഥവാ ഈവൻ നമ്പർ കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് 2 വീടുകളുടെ ആവശ്യമായിട്ട് വരും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ആദ്യം നിന്ന് ചെറുതിന്ന് വലുതൊക്കെ എഴുതി നോക്കാം. ഇപ്പോൾ 90 യൂണിറ്റ് കിട്ടുന്ന എത്ര വീടുകളുണ്ട്? 4 വീടുകളുണ്ട്. അതേപോലെ 100 വരെയുള്ളത് 8 ആയി. ഇനി 2 അഞ്ചുകൾ കൂട്ടാനുണ്ട്. 8ൽ കൂടി 5 കൂട്ടിക്കഴിഞ്ഞാൽ 13, വീണ്ടും 5 കൂട്ടിക്കഴിഞ്ഞാൽ 18. ഇനി ആ 2 ആറുകളാണ് ആഡ് ചെയ്യാനുള്ളത്. 24, 30. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ഇരട്ട സംഖ്യ അഥവാ ഈവൻ നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ 30 കിട്ടിയാൽ അഥവാ ഈവൻ നമ്പർ ഇരട്ട സംഖ്യ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നടുവിൽ നമുക്ക് 2 വീടുകളുടെ യൂണിറ്റ് ആവശ്യമായിട്ട് വരും. അതിന് കാരണം ഒറ്റ സംഖ്യ ആണെങ്കിൽ നമുക്ക് നടുവിൽ ഒരു സംഖ്യ കിട്ടും. ഉദാഹരണത്തിന് ഇങ്ങനെ ഒറ്റ സംഖ്യ നമ്മൾ 5 നമ്പർ എടുത്തു. 1, 2, 3, 4, 5. ഈ 5 നമ്പർ എടുത്തു കഴിഞ്ഞാൽ നടുവിൽ ഒരു സംഖ്യ നമുക്ക് കിട്ടും. ഇനി ഇരട്ട സംഖ്യ ആണെങ്കിലോ, ഉദാഹരണത്തിന് ഇവിടെ 6 കൂടി വന്നു. അപ്പോൾ നടുവിൽ 3 എടുത്ത് കഴിഞ്ഞാൽ നടുവിലാണോ? അല്ല. ഇനി 4 സെലക്ട് ചെയ്താലോ? അത് നടുവിലല്ല. കാരണം ഇതിൻ്റെ ഇപ്പുറത്ത് 2ഉം ഇവിടെ 3 നമ്പറും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരട്ട സംഖ്യ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്
ഈ രണ്ട് നമ്പറുകളും എത്രയാണോ ആ രണ്ട് നമ്പറുടെ സ്ഥാനത്തുള്ള അളവോ യൂണിറ്റോ ഡെയിലി വേജോ എന്താ വെച്ചാൽ അത് കൂട്ടിയിട്ട് പകുതിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ആകെ 30ആണ്. 30 ഇരട്ടസംഖ്യ ആയതുകൊണ്ട് ഈവൻ നമ്പർ ആയതുകൊണ്ട് അവിടെ ഒന്ന് കൂട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത് ഒറ്റ സംഖ്യ ഓഡ് നമ്പർ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഒന്ന് കൂട്ടിയാൽ മതി, അല്ലെങ്കിൽ അത് കൂട്ടേണ്ട ആവശ്യമില്ല. നിലവിൽ 30 ഇരട്ടസംഖ്യയാണ്. അപ്പം നേരെ പകുതിയാക്കിയാൽ മതി. 30ൻ്റെ പകുതി എത്ര കുട്ടികളെ? 15 അല്ലേ? അപ്പോൾ നമുക്കിവിടെ രണ്ട് വീടുകളുടെ സ്ഥാനമായിട്ട് വരുന്നത് 15ഉം തൊട്ടടുത്ത നമ്പർ 16ഉമാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ അതാണ് ചോദിച്ചിരിക്കുന്നത്. വൈദ്യുതി ഉപയോഗം കൂടി വരുന്ന രീതിയിൽ വീടുകളെ ക്രമീകരിച്ചാൽ ഏതൊക്കെ വീടുകളുടെ വൈദ്യുതി ഉപയോഗങ്ങളുടെ തുകയുടെ പകുതിയാണ് മധ്യമമായി എടുക്കുന്നത്? അപ്പോൾ ഇവിടെ നടുവിൽ വരുന്ന രണ്ട് വീടുകൾ 15ഉം 16ഉമാണ്. 15ാമത്തെ വീടിൻ്റെയും 16ാമത്തെ വീടിൻ്റെയും വൈദ്യുതി ഉപയോഗം എത്രയാണോ അത് കൂട്ടിയിട്ടാണ് പകുതിയാക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഏതൊക്കെ വീടുകളാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 30 ആയതുകൊണ്ട് അതിൻ്റെ പകുതി 15, തൊട്ടടുത്ത നമ്പർ 16. അപ്പോൾ 15ൻ്റെയും 16ൻ്റെയും ആണ് നമ്മളവിടെ വീടുകളായി സെലക്ട് ചെയ്യുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ, വൈദ്യുതി ഉപയോഗം കൂടി വരുന്ന രീതിയിൽ വീടുകളെ ക്രമീകരിച്ചാൽ 14ാമത്തെ വീടിൻ്റെ എത്ര എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഇതിൽ മധ്യമം കാണുമ്പോൾ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇതേപോലെ 15ഉം 16ഉം എവിടെ വരുന്നത്? 13നും 18നും ഇടയിലാണ് അല്ലേ? അപ്പോൾ 13നും 18നും ഇടയിൽ എത്ര വീടുകളുണ്ട്? 5 വീടുകളുണ്ട്. ഇനി ഇവിടെ വരുന്നത് 110 to 120 അവിടെ എത്ര യൂണിറ്റാണ് വരുന്നത്? 10 യൂണിറ്റാണ്. 10 യൂണിറ്റിനെ 5 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിട്ടും? 2 അല്ലേ കിട്ടുന്നത്? അപ്പോൾ നമ്മളിവിടെ കൂട്ടേണ്ട സംഖ്യ എത്രയാണ്? 2 കൂട്ടി എഴുതേണ്ടത്. ഫസ്റ്റ് എന്ത് എഴുതണം? 110, പിന്നെ 112, 114, 116, 120 വരെ മതി. ഇനി 14ാമത്തെ, ഇവിടെ 13ാമത്തെ ആളുടെ 110 അപ്പോൾ ഇതാണ് 13ാമത്തെ. 14ാമത്തെ ആളുടെ ഇതിൻ്റെ നടുവിലാണ് വരിക. 110നും 112നും നടുവിൽ ഏതാ വരിക? 110നും 112നും നടുവിൽ 111 അല്ലേ? അഥവാ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ 111. ഇനി സി ചോദ്യം, വൈദ്യുതി ഉപയോഗത്തിൻ്റെ മധ്യമം കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ മീഡിയൻ യൂസേജ്. മീഡിയൻ അഥവാ മധ്യമം. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ടോട്ടല് ഇരട്ടസംഖ്യ ഈവൻ നമ്പർ ആയതുകൊണ്ട് 15ാമത്തെയും 16ാമത്തെയും വീടുകളുടെ നമ്പറുകളുടെ തുക കണ്ട് പകുതിയാക്കുക. രണ്ടും ആഡ് ചെയ്തിട്ട് ഹാഫ് ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ 14ാമത്തത് നമ്മളിവിടെ കണ്ടെത്തി 111. ഇനി 15ാമത്തെ എത്ര വരിക? ഇത് രണ്ടിനും ഇടയിലുള്ളത് 113 പ്ലസ് 16ാമത്തത് ഇതിനിടയിലുള്ളത് 115. ഇനി അതിൻ്റെ പകുതിയാക്കുക. അപ്പോൾ അതിൻ്റെ പകുതി എത്ര? അതിൻ്റെ ആൻസർ എന്ത് വരും? നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 114 ആൻസർ വരിക. അതെങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. നിലവിൽ നമ്മളിത് കൂട്ടി എഴുതുമ്പോൾ 113ഉം 115ഉം കൂട്ടിയാൽ 100 കൂട്ടി എത്രയാണ്? 200. ഇതിലൊരു 100 ഉണ്ട്, ഇതിലൊരു 100 ഉണ്ട്, രണ്ടും കൂട്ടിയ 200. ഇനി ഇതിലൊരു 10 ഉണ്ട്, ഇതിലൊരു 10 ഉണ്ട്. 10 10 20. അപ്പോൾ 220 ബാക്കി ഒരു 3 5 കൂട്ടിയ 8. അപ്പോൾ 220 8 228. ഇനി അതിൻ്റെ പകുതി 200ൻ്റെ പകുതി എത്രയാണ്? 100. 20ൻ്റെ പകുതിയോ? 10. അപ്പോൾ 100ഉം 10ഉം 110 8ൻ്റെ പകുതി 4 114 എന്നുള്ള ആൻസർ കിട്ടും. അപ്പോൾ നേരത്തെ പറയാൻ കാരണം 113ഉം 115ഉം കൂട്ടിയിട്ട് പകുതിയാക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നടുവിലുള്ള നമ്പർ എടുത്താൽ മതി. അഥവാ അല്ലെങ്കിൽ 113ലും 115 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2. അതിൻ്റെ പകുതി എത്രയാണ്? 2ൻ്റെ പകുതി 1. ആ 1 113ൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ രൂപത്തിലാണ് ഈ ലാസ്റ്റ് ചാപ്റ്ററായ സ്ഥിതിവിവരക്കണക്ക് അഥവാ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിന് 5 മാർക്കിന് ഉറപ്പായിട്ടും വരുന്ന ക്വസ്റ്റ്യനാണ്. എല്ലാ എക്സാമിനും വരുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നിർബന്ധമായിട്ട് നിങ്ങളത് പഠിച്ചു വെക്കുക. ആ 5 മാർക്ക് നിങ്ങൾ നേടിയെടുക്കുക. താങ്ക് യു.